ഒരു കാലത്ത് ഇ കെ നായനാരാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, മതേതരത്വ ഏതൊരു വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടാതെ ഇടതുപക്ഷ മതേതര സർക്കാർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ബലം പിടിച്ച് അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കിയ ഒരു പാരമ്പര്യം ഇടതുപക്ഷത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പല നിർണായകമായ വിഷയങ്ങളിലും തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടെടുത്ത ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നിലപാടുകൾ നമുക്കറിയാം. അത് കോമൺ സിവിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പഴയ 1989 ഷബാനോ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ഒക്കെ തത്വാധിഷ്ഠിതമായിട്ടുള്ളൊരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇടതുപക്ഷം എന്ന് പറയുന്നത് അവസരവാദ പക്ഷമായിട്ട് മാറുകയും അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തത്വങ്ങളും അജണ്ടയുമാണ് ഇടതുപക്ഷത്തിൻ്റെ അജണ്ട എന്ന രീതിയിൽ മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നേരത്തെ RJDയുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ പറഞ്ഞ വിഹുലകളും അതോടൊപ്പം തന്നെ വേവലാതികളുമൊക്കെ ഓരോ ഘടകകക്ഷികൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ INL-നെ സുഖിപ്പിക്കേണ്ടതും INL-നെ സംരക്ഷിക്കേണ്ടതും പറ്റുമെങ്കിൽ IUML-നെയും കുഞ്ഞാലിക്കുട്ടിയെയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ സമയത്ത് ഇങ്ങനെ സോഷ്യലിസ്റ്റ് മനോഭാവവും പാരമ്പര്യവും ഒക്കെ ഉള്ള ആൾക്കാരെ കൂടെ നിർത്തുന്നത് വേസ്റ്റാണ്. അതുകൊണ്ട് മുന്നണി സംവിധാനങ്ങളുടെ തകർച്ചയുടെ ആരംഭമാണ്, കേരളത്തിൽ തുടരുന്ന ഇടത് വലത് മുന്നണികളുടെ തകർച്ചയുടെ ആരംഭമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് BJPയുടെ ഒരു MP ജയിച്ച് ഒരു എമർജ് ചെയ്യുന്ന ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ പത്തനംതിട്ടയിലെ ഏരിയ കമ്മിറ്റി അംഗം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതാരും മറന്നിട്ടുണ്ടാവില്ല. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന്. അത് രാജു എബ്രഹാമിൻ്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയ പോസ്റ്റായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാർട്ടിയെ പരിഗണിക്കാത്ത പലതും സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അയാളുടെ പോസ്റ്റ്.